ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ കേന്ദ്രീകരിച്ചാണ് ഷഷ്ടിവ്രതം നോക്കാറുള്ളത്. കുമാരകോവിലിലും ഇളങ്കുന്നുപുഴയിലും ഹരിപ്പാട്ടും കിടങ്ങൂരും മറ്റും ഷഷ്ടി ദിവസം വ്രതാനുഷ്ഠങ്ങളോടുകൂടി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ വളരെയധികമാണ്. മാസം തോറും വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടി ദിവസമാണ് വ്രതത്തിനെടുക്കുന്നത്. ഇതിനെപ്പറ്റി പല കഥകളുണ്ട്. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനോട് പ്രണവത്തിന്റെ അർത്ഥം ചോദിച്ചു. ബ്രഹ്മദേവന്റെ വിശദീകരണം സുബ്രഹ്മണ്യത്തെ തൃപ്തനാക്കിയില്ല. അദ്ദേഹം ബ്രഹ്മദേവനെ ബന്ധസ്ഥനാക്കി. വിവരമറിഞ്ഞ് സകല ദേവന്മാരും മുരുകസന്നിധിയിൽ ബ്രഹ്മമോചനം ആവശ്യപ്പെട്ടു. മുരുകൻ വഴങ്ങിയില്ല. അവസാനം മഹേശ്വരൻ തന്നെ എത്തിയാണ് ബ്രഹ്മാവിനെ ബന്ധവിമുക്തനാക്കിയത്. പ്രണവാർത്ഥ വ്യാഖ്യാനത്തിൽ മഹേശ്വരന് പോലും സ്വപുത്രന്റെ ശിഷ്യത്വം അംഗീകരിക്കേണ്ടതായി വന്നു. എന്നാൽ അച്ഛൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയതെന്നും സുബ്രഹ്മണ്യൻ പിതാവായ മഹേശ്വരനോട് പറഞ്ഞു. ശ്രീ സുബ്രഹ്മണ്യൻ അങ്ങനെയാണ് ലോക ഗുരുവായി ഭവിച്ചത്. പിതൃനിയോഗമനുസരിച്ച് പശ്ചാത്താപ ബോധത്തോടുകൂടി പ്രായശ്ചിത്ത നിർവഹണത്തിനായി സുബ്രഹ്മണ്യൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഒരു ദിവ്യ സർപ്പത്തിന്റെ രൂപം ധരിച്ചാണ് തപസ് ചെയ്തത്. നെടുനാളത്തെ നിത്യ തപസ്സുകൊണ്ട് ചിതൽ പുറ്റിനാൽ ശരീരം മൂടപ്പെട്ടു. പുത്രനെ കാണാതെ ശ്രീ പാർവതി അതിയായി ദുഃഖിച്ചു. പലയിടത്തും അന്വേഷിച്ചു, പല വ്രതങ്ങളും അനുഷ്ഠിച്ചു. ഫലമില്ല. കഠിനമായ വ്രതാനുഷ്ഠാനം കൊണ്ടല്ലാതെ പുത്രദർശനം സാധ്യമല്ല എന്ന് അവസാനം മഹേശ്വരൻ മഹേശ്വരിയോട് പറഞ്ഞു. അതനുസരിച്ച് ശ്രീ പാർവതി ഷഷ്ടിവ്രതം ആരംഭിച്ചു. 6-ാം ദിവസം സുബ്രഹ്മണ്യൻ ആദ്യം സർപ്പരൂപത്തിലും പിന്നീട് യഥാർത്ഥ രൂപത്തിലും ദേവിക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഇഷ്ടകാല സാധ്യത്തിനുള്ള വ്രതങ്ങളിൽ ശ്രേഷ്ഠമായത് ഷഷ്ടിവ്രതമാണെന്ന് തെളിഞ്ഞു. സാധാരണ തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി ദിവസമാണ് എല്ലാവരും ഈ വ്രതം ആദ്യമായി തുടങ്ങുന്നത്. ഉപവാസമനുഷ്ഠിച്ചും ഒരിക്കലുണ്ടും ഇത് നോക്കാം. 6 മാസം കൊണ്ട് 6 എണ്ണവും ഒരുമിച്ച് 6 ദിവസം കൊണ്ട് 6 എണ്ണവും നോക്കി മുഴുവിപ്പിക്കുന്നുമുണ്ട്. പെരുന്നയിൽ ഷഷ്ടിവ്രതം നോക്കി അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധിച്ചിട്ടുള്ള നിരവധി ഭക്തജനങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ നിലവാരത്തിലുള്ളവരും ഇതിൽപ്പെടും. മംഗല്യത്തിനു വേണ്ടി ഷഷ്ടി നോക്കുന്നവരുടെ എണ്ണം വളരെയധികമാണ്. ഉദ്യോഗലബ്ധിക്കായുള്ളവരുടെ എണ്ണവും അതുപോലെ തന്നെ. വ്രതാനുഷ്ഠാന ക്രമം: ഷഷ്ടി ഒരിക്കലുകാർ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മുരുക കീർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധാലുക്കളായി കഴിയുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഷഷ്ടി നിവേദ്യം വാങ്ങിക്കഴിക്കും. രാത്രി നാമജപ സങ്കീർത്തനങ്ങളാൽ പ്രത്യേകിച്ച് സ്കന്ദപുരാണ പാരായണത്തിൽ മുഴുകി കഴിയുക. പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും.